അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളം വൃത്തിയാക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഇതേതാ കുളം എന്ന്. അപ്പം ഈ കുളം ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇത് നമ്മളെ കുന്നരു കരിയില മൂലക്കുള്ളൊരു പഞ്ചായത്ത് കുളമാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മൾ ടിപ്പറിൽ മോട്ടറിലും ഉപയോഗിച്ച് ഈ കുളം വറ്റിക്കുന്നുണ്ട്. അപ്പം എല്ലാ ഏച്ചിമാരെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ കുളം ഭയങ്കര ഒരു ശോകമവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇത് നമ്മളിപ്പം കഴിഞ്ഞ മഴക്കാലത്ത് വൃത്തിയാക്കിയതാണ്. അപ്പം ഇപ്പോഴത്തേക്ക് ആദ്യം അതെല്ലാം ഒന്ന് വൃത്തികേടായി. അപ്പം നമ്മളിനി ഇത് മഴക്കാലം എത്താനായില്ലേ, അപ്പം നമുക്കിനി ഇത് വൃത്തിയാക്കണം. അപ്പം ഇന്നലെ ഇത് നിറച്ചും കാട് മൂടിയിട്ടുണ്ടായി. ഇന്നലെ നമ്മൾ കുറച്ചാൾ വന്നിട്ട് ഈ കാടെല്ലാം വെട്ടി മാറ്റിയിരുന്നു. അതാണിപ്പം ഇങ്ങനെ കുറച്ച് എല്ലാവർക്കും ഇപ്പം നല്ല ഈ കുളം കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിറച്ചും കാട് മൂടിയിട്ടും വായലെല്ലാം ആയിട്ടുണ്ടേ. നേരത്തെ വായലുണ്ടായിരുന്നു, അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതൊന്നും കളയുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ എല്ലാവരും നല്ല വൃത്തിക്കല്ല എല്ലാവരും വൃത്തിക്ക് തന്നെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മോട്ടറിന് വെള്ളം മെല്ലെ മെല്ലെ പോകുന്നില്ല. ഇത് നമുക്ക് എന്തായാലും 2 മോട്ടറും കൂടി വേണം തോന്നുന്നു. ഇതിൻ്റെ പവർ കൊണ്ട് മൊത്തം വെള്ളം ഇപ്പോൾ ഒന്നും പോകില്ല എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത മോട്ടർ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഏച്ചിമാരിലും വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമെന്ന്. ഇപ്പം ഏകദേശം വൃത്തിയാക്കി അടിച്ചു വരലും കഴിയാനായി. ആ കുളത്തിൻ്റെ അവിടെ കുറച്ച് മരലുണ്ട്, അതിൻ്റെ ചപ്പും ചവറിലും കുളത്തിൻ്റെ പടക്കലും ഉണ്ട്. അതാണിപ്പോൾ നമ്മൾ ഏച്ചിമാരെ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ഉണ്ട്. പിന്നെ അപ്പം നമ്മളെ എല്ലാവരും ഉണ്ട്, ഏച്ചിമാർ മാത്രമല്ല കുറേ ഏട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ് അപ്പം പണിയെടുക്കാൻ. അപ്പം നമ്മളല്ല വേറൊരു ഏട്ടൻ ഇപ്പോൾ അവിടെ നിന്ന് വൃത്തിയാക്കുന്നുണ്ട് ഗൈസ്. ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ല ആരെങ്കിലും കണ്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ പഴയ വീഡിയോ കണ്ടാർക്കെല്ലാം മനസ്സിലാവും. ഞാൻ തന്നെ പറയാം, നമ്മൾ അനീഷേട്ടനാണ് ആ പായ കോരി കൊടുക്കുന്നത്. അനീഷേട്ടനിപ്പം കുറച്ച് പണിയെടുക്കുന്ന ആളാണ്, പണ്ടും പണിയെടുക്കലുണ്ട്. അപ്പം ഇപ്പം കുറേ ഏട്ടന്മാരും എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. അവിടെ ഒരു ഏട്ടനെ കാണാം. അപ്പം ഇതിൽ നിറച്ചും പായലും വടിയും ഇലയും അതും ഇതും തേങ്ങ, പഴയ കൊട്ട തേങ്ങ, വെളിച്ചിങ്ങ അതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന്. വെളിച്ചിങ്ങ നമ്മളെ കണ്ണൂർ നാട്ടിൽ പറയുന്ന ഇതാണ്, നിങ്ങളുടെ നാട്ടിലെന്നാൽ പറയലറിയില്ല. ചെറിയ തേങ്ങയില്ലേ, അതിനെ നമ്മൾ വെളിച്ചിങ്ങ പറയൽ. അപ്പം ഇപ്പം നമ്മൾ ഏകദേശം പാലെല്ലാം വൃത്തിയാക്കിനാ എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ ഇനി ഉണ്ടോ അറിയില്ല. ഇപ്പോൾ കുറേ ആൾ വന്നിട്ടുണ്ട് കേസ്. നേരത്തെ കുറച്ചാളെ നമ്മൾ വീഡിയോ കാണിച്ചിട്ട് ഇപ്പോൾ കുറേ ആളുണ്ട്, നേരത്തെയും കുറേ ആളുണ്ടായിനി. അപ്പം ഇപ്പം നമ്മളെ ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിയിടലാണ് നമ്മളിനി പരിപാടി. അപ്പം പാലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അവിടെ തട്ടുന്നുണ്ട്. ഒരു 5-10 ആൾ ഈ ബക്കറ്റ് ഇതാക്കാൻ നിൽക്കുന്നുണ്ട് പായലുകൊണ്ട്. അപ്പോൾ സോറി കേസ്, ബക്കറ്റ് കൊണ്ട് പായലുകൊണ്ട് ബക്കറ്റല്ല. അപ്പോൾ ഇപ്പം നമ്മളിപ്പം പായലെല്ലാം നല്ല കോരി സെറ്റായിട്ടില്ല, കുറച്ചും കൂടി സെറ്റാവുന്നുണ്ട്. അപ്പം ഇതിൽ പണിയെടുക്കുന്നവരെ സമ്മതിക്കണം. വീട്ടിൽ പോയിട്ട് ഒരു അരമണിക്കൂർ ഒളിച്ചാൽ ഈ ചളീൻ്റെ മണം മാറുമല്ലോ. ഇപ്പം നമ്മളെ സാരം കേട്ടിന് വേറൊരു ഏട്ടനെടുത്ത്, ആട്ടം വേറൊരു ഏട്ടനെടുത്ത്. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മളെ കുളം ഏകദേശം ചുറ്റും നല്ല വൃത്തിയായിട്ടുണ്ട്. നമ്മളെ കുളത്തിൻ്റെ വെള്ളം അത്ര വൃത്തിയായിട്ടില്ല ഗൈസ്. അപ്പം വെള്ളം എന്തായാലും ഇനി നമുക്ക് മാറ്റണം, അല്ലാണ്ട് മാറ്റാണ്ട് പിന്നെ നടക്കുമല്ലോ. അപ്പോൾ ഈ കുളത്തിൻ്റെ ആഴം ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇത്രയും കാണുന്നത്. വെള്ളം ഉണ്ടാവാൻ നമുക്ക് തിരിയില്ല, ഞാൻ ഇതുവരെ വെള്ളമില്ലാണ്ട് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാവുന്നത് ഗൈസ്. നല്ല ആഴമുണ്ട്. ഒരു 5-6 ആൾ മുങ്ങായിലെ ഇതുണ്ട് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ കുറേ ഏട്ടന്മാർ പണിയെടുത്ത് ക്ഷീണിച്ചടക്കുന്നുണ്ട്, കുറേ ഏട്ടന്മാർ പണി എടുക്കുന്നുമുണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു കൂട്ടത്തിൽ കള്ളപ്പണി എടുക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ, ഒരേ ഒരാളേലും ഗൈസ്. അത് നിങ്ങൾക്ക് കുറച്ച് ചിന്തിച്ചാലും കണ്ടാലും മനസ്സിലാവും അതാരാന്ന്. കിട്ടിയവർ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പറ്റിയെങ്കിൽ നമ്മൾ പറയാം ആരാന്ന് ആ കള്ളപ്പണിക്കാരെന്ന്. ഇതിപ്പം പണിയെല്ലാം നല്ല അസലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇപ്പം കുളത്തിലേക്ക് ഇറങ്ങി. നേരത്തെ 2-3 ആളുണ്ടായിട്ടു ഗൈസ്. നമ്മളെ മൊട്ടാവനെല്ലാം അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്, ഞാൻ മൊട്ടാവന പറയൽ. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ ഉറവേന്ന് വെള്ളം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഈ കുളം വൃത്തിയൊക്കെ തന്നെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. നമ്മൾ വെള്ളിപ്പം വറ്റിക്കുമ്പം അത് ആദ്യം നിറയും, അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പം ഉറവ കുളത്തിന് നല്ലതാണ്, പക്ഷേ ഇത് വൃത്തിയാക്കുമ്പോൾ നല്ല പണി കിട്ടും. നമ്മളിപ്പോൾ ഇത് സോക്കർ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. സോക്കർ ക്ലബ്ബ് നാട്ടിൽ ഇങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യാറുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.